നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ജീവിതം ചേച്ചി ഇന്ന് തുടങ്ങണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തേ? എല്ലാത്തിനും ഒരു മനസ്സ് വേണം. എനിക്ക് നല്ല തലവേദനയാ. ഒന്ന് കിടക്കാന്ന് കരുതിയാ ഞാൻ വന്നേ. അപ്പോഴാ നിന്റെയൊക്കെ അഭിപ്രായങ്ങള്. ചേച്ചി പെട്ടെന്ന് വൃത്തിയാക്കിയിട്. എനിക്കൊന്ന് കിടക്കണം. പറയുന്നൊന്ന് കേൾക്കമ്മോ. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിന് സന്തോഷം വേണ്ടേ? പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? എന്താ ഈ നേരത്ത്? ലച്ചുവിനെ അവിടെ നിർത്തിക്കൊണ്ട് പോകാനാണോ സ്വാതിയുടെ തീരുമാനം? അതിനീ മനസ്സിലായില്ലേ? ഞാൻ സ്വാതിയോട് റിക്വസ്റ്റ് ചെയ്യുവോ, ലച്ചുവിനെ അവിടെ പിടിച്ചു നിർത്താതെ അവളെ ജോലിക്ക് വിടണം. ബാംഗ്ലൂരിലെ ആ ജോലി അവൾക്ക് ഇനിയും കിട്ടും. അതിന്റെ ആവശ്യം എന്തായാലും അവൾക്കിപ്പോ ഇല്ല. അവള് നിൽക്കുന്നത് എന്റെ കൂടെയാ. എന്നെ പറ്റിയാണല്ലോ സംസാരം. ഞാനിത് പറയാനുള്ള കാരണം സ്വാതിക്കറിയില്ലേ? ലച്ചുവിനെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയാലേ എന്റെ സ്നേഹം അവളെ തിരിച്ചറിയൂ. എന്ത് കെട്ടുപാടാ അവൾക്ക് ഇവിടെ ഉള്ളത്? ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഒരു തർക്കത്തിന് ഞാനില്ല. സ്വാതി ചെയ്യേണ്ടത് ലച്ചുവിന്റെ ഭർത്താവിനെ തേടി നടക്കുകയല്ല, അവൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. ഞാൻ ഈ കാര്യം സഞ്ജുവായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിവരം അറിയിക്കാം. ഇന്ന് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ആ കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒറിജിനൽ കോപ്പി രജിസ്റ്റർ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണം. ശരി സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സാർ. അങ്കിൾ, സാറിനെ ഓഫീസിൽ കൊണ്ടുവിടും.
നിരാശയൊന്നും വേണ്ട. 2 ഭാര്യമാരുള്ളവന് ജീവിതത്തിൽ സമാധാനമൊന്നും ഉണ്ടാവില്ല. അതിനിടയിൽ എങ്ങനെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഞാൻ ഇതൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്തോളാം. കമ്പനിന്ന് ഞാൻ നോക്കിക്കോളാം. എന്നാ മൊഞ്ചല്ലേ? MD-യുടെ കസേരയിൽ ഇരിക്കണമെന്നുള്ള അപ്പച്ചിയുടെ മോഹമാണ് ഞാൻ സാധിച്ചത്. ആ മോഹം തീർന്നെങ്കിൽ ഇനി അപ്പച്ചി ഒന്ന് എഴുന്നേറ്റ് തരണം. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. എഴുന്നേക്കാനോ? പിന്നെന്തിനാ ഈ കോൺട്രാക്ട്? അത് അപ്പച്ചി വായിച്ചു നോക്കാത്തത് എന്റെ കുറ്റമല്ല. ചതി, നീ എന്നെ ചതിച്ചു. എന്ത് ചതി? അപ്പച്ചി വായിച്ചു നോക്കാതെ സൈൻ ചെയ്ത് എന്തിനാ? സൈൻ ചെയ്യുന്നതിന് മുൻപ് രജിസ്ട്രാർ ചോദിച്ചല്ലേ? ഇത് വലിച്ചു കീറിയതോടൊന്നും കാര്യമില്ല. രജിസ്ട്രാർ കൊണ്ടുപോയതാ രജിസ്റ്റർ ചെയ്ത് തിരിച്ചു കിട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടാ. നിന്നെ തകർത്ത് തരിപ്പണമാക്കാതെ ഈ കവിതയ്ക്ക് ഇനി വിശ്രമമില്ല. അപ്പച്ചിക്ക് കഴിയുന്നൊക്കെ അപ്പച്ചി ചെയ്യും. നീ ഇന്ന് തീരോടാ. നിന്നെ ഞാൻ തീർത്തിരിക്കും. ഞാൻ അപ്പച്ചിയുടെ മരുമോനാ. അങ്ങനെ അങ്ങ് വിട്ടുതരാൻ എനിക്ക് കഴിയോ? അപ്പച്ചി സൈൻ ചെയ്ത കരാർ ഓർമ്മയുണ്ടല്ലോ. ഇന്നു മുതൽ അപ്പച്ചി വീട്ടിലിരുന്നാ മതി. മുത്തച്ഛനെ അമ്മയും പോലെ ബോർഡ് മെമ്പർ മാത്രമാണ് അപ്പച്ചി. വേണമെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിൽ പങ്കെടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.